മോനെ ഇത് നമ്മളിന്ന് പറിച്ചേ നോക്കി. അമ്മേ കൈവേദനയാണേ. മഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞു വഴുതന നമുക്ക് കുറേ കിട്ടി. നമുക്ക് ഈ ആകാശവെള്ളരി ഇത് മൊത്തം പറിച്ചാലോ അവനെ. നല്ലതായിട്ട് മൂത്തത്, ഒത്തിരി മൂത്തതേ കൊള്ളത്തില്ലത്. മേലേക്ക് പോയതേ ഈ ചുവത്തില്ല അതിന്. അന്ന് കാണിച്ചില്ല അമ്മ. ചെറുതിലെയൊക്കെ ഇത് പറക്കി കളിക്കില്ലായിരുന്നു. അതൊക്കെ നിനക്ക് കയ്യത്തോടാം. തീർന്നു കേട്ടോ. ഇനി നമുക്ക് പുതിയത് നടണമല്ല, അതൊക്കെ കഴിഞ്ഞു. പയറിൻ്റെ ഒക്കെ ഷേപ്പ് മാറി. ഈ വെള്ളീച്ചയാന്ന് തോന്നുന്നു ഇതിൻ്റെ എല്ലാം നീര് ഊറ്റി കുടിക്കും. പിന്നെ അതാ ഇവർ വലിപ്പം വെക്കാതെ ചുമ്മാ തീരെ. ഇത് കണ്ടോടാ, ഇതെല്ലാം വിത്തിന് നിർത്തിയേക്കുന്ന. ഇതെല്ലാം ഇത് പൊഴിഞ്ഞു പോകും. ഈ പൂവില്ലേ, പൂ പൊഴിഞ്ഞു പോയിട്ട് ഈ പോളയെല്ലാം കളറ് മാറും. അന്നേരം മൂക്കത്തുള്ളൂ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മൂത്തത് കിട്ടിയതിനകത്ത് ഒന്നുമില്ല. അതിന് നോക്കാം ഇനി എങ്ങനെയാണെന്ന്. ഇതെല്ലാം പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ പറിക്കാതെ. അതിന് കത്തിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതാ ചായാമൺസ ചീര. ഇത് കണ്ടോ, ഇനി ഈ പാല് പോലെയുണ്ട്, അത് പോകും. പിന്നെ ഒരു മക്ക് പോലെയുണ്ട് ചെറിയൊരു, അത് തിളപ്പിച്ച് കഴിയുമ്പോൾ അത് മാറും. നല്ല ടേസ്റ്റാണ് ഇതിന് ചീര. മോനെ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇതിങ്ങനെ വലിയ വാഴയ്ക്കാന്നേ. അമ്മ കുപ്പിക്കകത്ത് നിറച്ച് കുപ്പിക്കകത്ത് തിന്നിയിട്ട് താഴോട്ട് പോകാൻ വഴിയത്. അപ്പം അമ്മ ഇതുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഈ കവറ് കെട്ടി ഇങ്ങനെ ആക്കി വെച്ചു. ഇപ്പം നോക്കട്ടെ കുപ്പിക്ക് താഴോട്ട് വളർന്നിട്ടുണ്ടോ. ഉണ്ടോ? ഇതേ അതും അങ്ങനെ തന്നെ, അതും പറിക്കണം. മോനെ അത് പഴുത്തു തുടങ്ങി. ഇത് പറിച്ചാലോ നമുക്ക്. ഈശ്വര, പുഴു വന്നിട്ടുണ്ട് കേട്ടോ. ആ കുപ്പിക്കകത്ത് നിറക്കി നമ്മളെ കവറിട്ടില്ലേ, ഇത് കണ്ടോ കണ്ടോ. എങ്ങനെയൊക്കെ സൂക്ഷിച്ചാലും ഇത് കൂടെ കയറുന്നെന്ന് അറിയത്തില്ല. ഇത് എന്നാലും സമാധാനമുണ്ട്. നമ്മൾ 3-4 പ്രാവശ്യം നമുക്ക് നല്ലത് കിട്ടിയില്ല അല്ലേ. ആ പഴുത്തു പോലെ കുപ്പിയും കഴിഞ്ഞിട്ട് പോയേക്കുന്നുണ്ടോ. ഉണ്ടോ പഴുത്തു. ഇത് ഇനി ഉണ്ടാവും നല്ല ഒരെണ്ണം നമുക്ക് ഇതിനിടണം, വിത്തിനെ. പഴുത്തു. ഇച്ചിരി പറിച്ചേക്കാം. അതും ആയിട്ടുണ്ട് കേട്ടോ. അത്
അയ്യോ അത് പഴുത്തു മോനെ. പറിക്കട്ടെ? ആ ഇതിൻ്റെ ഷേപ്പ് വണ്ണം വെച്ചപ്പോൾ ഷേപ്പ് ഇച്ചിരൂടെ മാറിയതേ. ഇതുണ്ടോ സാമ്പാറിലൊക്കെ ഇടാം. അയ്യോ ഇനിയിപ്പോൾ എന്നാ മോനെ, ഇനി കുപ്പി മാറ്റിയിട്ട് നമ്മൾ എന്നാ ഇനി മറ്റേ ഇതുണ്ടോ മോനെ അമ്മയുടെ കയ്യക്കായ നീളം നോക്കി. ഇതുണ്ടോ അമാന്തിക്കോ ഈ ഈച്ചയാണ് നിർത്തുവല്ലാത്ത ഒരു സാധനം. ഉറുമ്പ് കൊണ്ട് ഈച്ചയുണ്ട്. അമ്മയുടെ നീളത്തിൻ്റെ പകുതിയുണ്ട്. കത്തിരിക്കാൻ നമുക്ക് കുറേ വിളവ് തന്നല്ലേ പോലെ നന്നായിട്ട്. ഇപ്പം ചെറുതായിട്ടൊന്ന് വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാണോ നോക്കട്ടെ? ഇതങ്ങോട്ട് ഇട്ടവനെ. ഇതെല്ലാം ഇങ്ങനെ തൊട്ടാൽ മതി പോരും മനെ. ഇത് ബുള്ളറ്റ് മുളക് നമുക്ക് മറ്റേ തൈരിട്ട് ചാട്ടമുളക് ഉണ്ടാക്കത്തില്ലേ, അത് മൂക്കട്ട് എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിനകത്ത് എന്തോ കണ്ടു കിട്ടോടാ മോനെ. നമ്മുടെ ഈ ചാമ്പയിൽ നിറച്ച് ചാമ്പങ്ങ ആയിട്ടുണ്ട്. നമുക്ക് അച്ചാറിടാം കേട്ടോ. റോസ അങ്ങോട്ട് തിരിച്ചാൽ ഓടിക്ക് പോകും. കിളിക്കൂടെ നോക്കിയാലോ, മുട്ട തിരിച്ചോന്ന് നോക്കാം. അമ്മ കാര്യം നോക്കിക്കാടെ. ഇത് പോയ ലക്ഷണം ഉണ്ടല്ലോ അങ്ങനെ ഇല്ലേ? അവർക്ക് ശല്യമാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ മാറി നിൽക്കുമായിരുന്നു. അതൊന്നും നോക്കാതെ പിന്നെ അപ്പുറം ഇപ്പുറം വന്ന് നമ്മളെടുത്തോണ്ട് പോകുന്ന ഓർത്തണ്ട അല്ലേ? അയ്യോടാ ഏത് രണ്ടുപേരും വന്നു. നമുക്ക് പോയേക്കാം. ഇത് കണ്ടോ ഈ ഇലച്ചെടി കെയിലെന്ന് പറയുന്നത്. ഇത് സാലഡിനകത്തിടും, പിന്നെ തോരൻ വെക്കുമെന്ന് പറയുന്നു. 5-8 മൂട് നട്ടിട്ട് ആകെ കിട്ടിയത് ഈ ഒരെണ്ണം. ബാക്കിയെല്ലാം പുഴു തിന്നും.